ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ 5ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കി എടുക്കുന്നത് നല്ല ചിക്കൻ ദം ബിരിയാണിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പേ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണിക്കുന്നില്ല. അതിനുള്ള മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയൊന്ന് ബിരിയാണി ദം ചെയ്തെടുക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ബിരിയാണീൻ്റെ പരിപാടിയൊക്കെ തീർത്തു കേട്ടോ. ഇനി അടുത്തത് നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇന്ന് എളുപ്പത്തിലുള്ളൊരു പലഹാരം ഉണ്ടാക്കിയെടുക്കുന്നത് ഒന്നുമല്ല, നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയാണ്. അങ്ങനെ പഴംപൊരിയുടെ മാവൊക്കെ റെഡിയാക്കി എടുത്തു. പഴം പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അടുത്തത് തയ്യാറാക്കിയെടുക്കുന്നത് ജ്യൂസാണ്. ഇന്ന് ചിക്ക് വെച്ചിട്ടാണ് ജ്യൂസ് തയ്യാറാക്കിയെടുക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ജ്യൂസൊക്കെ റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വത്തക്കയുണ്ട്, അതുപോലെ തന്നെ പൈനാപ്പിളുണ്ട്. എല്ലാം കട്ട് ചെയ്തിട്ട് ട്രേയിലോട്ട് വെക്കുകയാണ്. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുത്ത ശേഷം ഞാനിന്ന് പൈനാപ്പിൾ ലൈമും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം നോമ്പ് തുറക്കുന്ന സമയമായി. അപ്പോൾ ബിരിയാണിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ബാക്കി എല്ലാ ഐറ്റംസും നമ്മൾ ടേബിളിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ 5ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ താങ്ക് യു.